السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، له الحمد الحسن والثناء الجميل، وأشهد أن لا إله إلا الله وحده لا شريك له، يقول الحق وهو يهدي السبيل، وأشهد أن محمدًا عبده ورسوله المبعوث رحمة للعالمين وخير دليل. ഏറെ ആദരവുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട ടി ആരിഫ് അലി സാഹിബ്, ഈ മഹത്തായ ഗ്രന്ഥത്തെ മലയാളികൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വിധം പരുവപ്പെടുത്തി സമർപ്പിച്ച് ധന്യനായ പണ്ഡിത സഹോദരൻ ഉസ്താദ് അബ്ദുറഹ്മാൻ അന്നദവി ഈ വേദിയെയും സദസ്സിനെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച വിശ്വാസി സഹോദര സഹോദരിമാർ, ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ശബ്ദവും സന്ദേശവും പുറമെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സഹോദരന്മാർ, ഈ മഹത്തായ വേദിയിൽ കേട്ട് ഇരുന്ന് തദബ്ബുർ ചെയ്യാനും ആസ്വദിക്കുവാനുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. അൽ ഇമാമുൽ മുജദ്ദിദ് ഹാമിലു നഹ്ജിൽ ഖുർആൻ അബ്ദുൽ ഹമീദ് അൽ ഫറാഹി റഹിമഹുല്ലയെക്കുറിച്ച് നദവി ഉസ്താദ് പറഞ്ഞപ്പോൾ എനിക്ക് അറിയാവുന്നതിലപ്പുറമുള്ള ചില കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ശ്രവിക്കാൻ സാധിച്ചു. ശേഷം ഏറെ ബഹുമാന്യനായ ആരിഫ് അലി സാഹിബ് ഇത്രയും കനത്തിലും കട്ടിയിലും ഒരു പ്രഭാഷണം ഇവിടെ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് അങ്ങനെയും ഒരു പ്രഭാഷണം എനിക്ക് കേൾക്കാൻ സാധിച്ചത്. സംഘടനാ പ്രാരാബ്ദങ്ങളുടെ ചൂടും നോമ്പിൻ്റെ ചൂടും വെയിലിൻ്റെ ചൂടുമൊക്കെ ഉണ്ടായിട്ട് പോലും തദബ്ബുറുൽ ഖുർആൻ എന്ന ഈ വിശ്വവിഖ്യാത ഗ്രന്ഥം അർഹിക്കുന്ന രീതിയിലുള്ള, ഒരിക്കലും അധികമായി പോയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന അതിഗംഭീരമായ ഒരു പരിചയപ്പെടുത്തൽ അദ്ദേഹം ഇവിടെ നടത്തി. ഒരു പക്ഷേ എൻ്റെ ആകാംക്ഷ, ശ്രോതാക്കളായ ആളുകൾ ആരിഫ് അലി സാഹിബിൻ്റെ പ്രസംഗത്തോട് സമരസപ്പെടാൻ പറ്റിയ, അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ പറ്റിയവരാണോ എന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. കാരണം ഇതൊക്കെ വളരെ ഗഹനമായ വിഷയങ്ങളാണ്. അതിനെ സരളമായ ശൈലിയിൽ അവതരിപ്പിക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. എങ്കിൽ പോലും, എത്ര ഗഹനമായ വിഷയങ്ങളാണെങ്കിൽ പോലും, നമ്മുടെ ഭൗതിക തലത്തിൽ ജീവിതത്തിൽ നമ്മൾ ഏത് ആഴത്തിലും മൂളിയിട്ടിറങ്ങാൻ നമ്മൾ തയ്യാറാണല്ലോ. സയൻസും ടെക്നോളജിയും മെഡിസിനും ജേർണലിസവും പൊളിറ്റിക്സും പഠിക്കുന്ന വിഷയത്തിൽ നമുക്ക് യാതൊരുവിധ അനാസ്ഥയുമില്ല. അത് എത്ര സങ്കീർണമാണെങ്കിലും അതിലൂളിയിട്ടിറങ്ങാൻ നമ്മൾ തയ്യാറാണ്. സ്ത്രീയും പുരുഷനും തയ്യാറാണ്, കുട്ടിയും യുവാവും തയ്യാറാണ്. പക്ഷേ നമ്മുടെ എന്നേക്കുമുള്ള ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ അത് ഇത്ര പ്രയാസമാണ്, അത് കടിച്ചാൽ പൊട്ടുന്നില്ല, ഇതിൻ്റെ ഉപകാരം എന്നാ കിട്ടുക, ഉപകാരം കിട്ടോ കിട്ടൂലേ, കിട്ടുകയാണെങ്കിൽ തന്നെ ഏത് കാലത്ത് കിട്ടും എന്നൊന്നും ചിന്തിച്ചിരിക്കുന്നത് ഒരിക്കലും യുക്തി അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉപകാരം, വിശുദ്ധ ഖുർആൻ, തദബ്ബുറെ ഖുർആനിൽ ബഹുമാനപ്പെട്ട ഇമാം അമീൻ ഹസൻ ഇസ്ലാഹി ഖുർആനിൻ്റെ ഒരു പൊതു സ്വഭാവം സൂചിപ്പിക്കുന്നുണ്ട്. മൂല്യങ്ങളെയും
ഫലങ്ങളെയും മനസ്സിലാക്കേണ്ടത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പെടുന്നനെ ഉടനടി ലഭിക്കുന്ന ഫലങ്ങളെ വിലയിരുത്തിക്കൊണ്ടല്ല, അല്ലെങ്കിൽ മൂല്യത്തെ നോക്കിക്കൊണ്ടല്ല ഒരു വസ്തുവിൻ്റെ മൂല്യം ആത്യന്തികമായി നിർണ്ണയിക്കേണ്ടത് എന്ന വിശുദ്ധ ഖുർആനിക സന്ദേശം അല്ലെങ്കിൽ ഖുർആനിക് തിയറി ഈ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലായിട്ട് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വസ്തുവിൻ്റെ ഫലം, ഒരു വസ്തുവിൻ്റെ മൂല്യം തിട്ടപ്പെടുത്തേണ്ടത്, നിർണയിക്കേണ്ടത് അത് ആത്യന്തികമായി അതിൻ്റെ അവസാന ഘട്ടത്തിൽ ലഭ്യമാകുന്ന മൂല്യം എന്താണോ ആ മൂല്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നത് ഒരു ഖുർആനിക് തിയറിയായി, ഖുർആൻ സമർപ്പിക്കുന്ന ഒരു മൗലിക ആശയമായി അമീൻ ഹസൻ ഇസ്ലാഹി ഈ ഗ്രന്ഥത്തിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അത് ഖുർആനി സൂക്തങ്ങളുടെ പല ഭാഗങ്ങളിലും അത്തരം ചർച്ചകൾ വരുമ്പോൾ അദ്ദേഹം അത് ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതായിരുന്നാലും ഈ വേദിയിലെ കൂടുതൽ സമയം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കേവല പങ്കാളിത്തം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കണമെന്നും അതിൻ്റെ ഒരു സഹകാരിയാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമായിരുന്നു. വിശുദ്ധ ഖുർആനുമായിട്ടൊക്കെ ചെറിയ നിലക്കൊക്കെ ഉള്ള ബന്ധങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഉണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ ഖുർആനിനെ തന്നെ അവലംബിക്കുക എന്ന രീതി പഴയ കാലത്തു തന്നെ ഉള്ളതാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ പുറത്തു തന്നെയുള്ള പല പണ്ഡിതന്മാരും അത്തരം ശ്രമങ്ങൾ അല്ലെങ്കിൽ കാൽവെപ്പുകളൊക്കെ നടത്തിപ്പോയവരുണ്ട്. അൽവാ ഉൽ ബയാൻ ഫി തഫ്സീരിൽ ഖുർആൻ ബിൽ ഖുർആൻ എന്ന ഗ്രന്ഥം ഹിജറ 1386 മരണപ്പെട്ട മുഹമ്മദ് അമീൻ അഷ്ശിൻഖീത്തി, മദീന അൽ മസ്ജിദുൻ നബവിയിലെ ദീർഘകാലത്തെ മുദർരിസ്, അദ്ദേഹത്താൽ എഴുതപ്പെട്ട ബൃഹത്തായ ഗ്രന്ഥമുണ്ട്. അങ്ങനെ വേറെയും പല ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ തദബ്ബുറ ഖുർആനിൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ ആ ഗ്രന്ഥങ്ങളൊക്കെ നിഷ്പ്രഭമായി പോകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് ഒരു അതിശയോക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും പറയണ്ടേ എന്ന് കരുതിയിട്ടല്ല, കൃത്യമായ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ പറയുകയാണ്. ഞാൻ പറയുമ്പോൾ ഈ തദബ്ബുറ ഖുർആൻ എനിക്ക് ഉറുദു ഭാഷ വശമില്ലാത്തത് കൊണ്ട് ഉറുദുവിൽ ആ ഗ്രന്ഥം കണ്ടു എന്നല്ലാതെ അത് ഉറുദുവിൽ വായിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രകാശിതമായ 2 വാള്യങ്ങൾ മാത്രമാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അതിൻ്റെ മാത്രം വെളിച്ചത്തിൽ എനിക്ക് ധാരാളം പറയാൻ കഴിയുമെങ്കിൽ ഈ തദബ്ബുറ ഖുർആൻ മുഴുവനായി വായിച്ച് പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തോരം സംസാരിക്കാനുണ്ടാകും. ഞാൻ ഏതായിരുന്നാലും കൂടുതൽ ഗഹനമായി അതിലേക്ക് വരുന്നില്ല. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. സ്വന്തത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെ വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ സ്വന്തത്തെ എടുത്തു പറഞ്ഞുകൊണ്ട്, സ്വന്തത്തെ പേരെടുത്തു പറഞ്ഞുകൊണ്ട്, ഞാനെന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഏത് പുസ്തകമാണ് സംസാരിക്കാറുള്ളത്? നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ള ഗ്രന്ഥങ്ങൾ അങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് ശീലമില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കം മുതൽ ദാലിക്കൽ കിതാബു, ആ ഗ്രന്ഥമാണ് അത്. അമീൻ ഹസൻ ഇസ്ലാഹിയുടെ പരിഭാഷ അനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ച് അതാണ് ആ പുസ്തകം. പുസ്തകം 79-ാമത്തെ സൂക്തത്തിൽ അതേ അധ്യായത്തിൽ പറഞ്ഞു, വലമ്മ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും നബദ ഫരീഖുൻ മിനല്ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം വലമ്മ ജാഅഹും മാ അറഫൂ കഫറൂ ബി ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കിതാബ്, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുസ്തകവുമായി, ഗ്രന്ഥവുമായി വരുന്നതിൻ്റെ മുമ്പ് തന്നെ മദീനയിൽ തമ്പടിച്ച് ജീവിച്ചിരുന്ന വേദക്കാർ കാത്തിരിക്കുന്ന പുസ്തകം. വലമ്മ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ. അവർ നേരത്തെ കാത്തിരിക്കുന്ന പുസ്തകമാണ്. അവരെ മുമ്പിൽ വന്നുകൊണ്ടാണ് മദീന കാലഘട്ടത്തിൽ അവതരിക്കുന്ന 2-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ദാലിക്കൽ കിതാബു, അതാണ് ആ പുസ്തകം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു തഫ്സീർ എൻ്റെ ഓർമ്മയിൽ വേറെ ഗ്രന്ഥത്തിലൊന്നും കണ്ടിട്ടില്ല. പഴയ കാലത്തെ വ്യാഖ്യാതാക്കൾ വേറെ പല തഫ്സീറുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതാണ് ആ പുസ്തകം എന്ന രീതിയിലൊരു വ്യാഖ്യാനം ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ സാങ്കത്യം ഇതാണ്: നിങ്ങൾ കാത്തിരിക്കാണ്, നിങ്ങൾ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ഒരു പ്രവാചകൻ വരാനുണ്ട്, അദ്ദേഹം ഒരു ഗ്രന്ഥവുമായിട്ട് വരും. ആ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ
തദ്ദേശീയരായ ഭൂരിപക്ഷത്തിൻ്റെ പീഡനങ്ങൾക്കിരയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മദീനയിലെ ന്യൂനപക്ഷമായ ഞങ്ങൾ, അഥവാ വേദക്കാർ, ജൂതന്മാർ, ഞങ്ങൾ നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തുരത്തി ഓടിക്കും. നിങ്ങൾ ഞങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള അക്രമപ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ പ്രതികാരമെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന കാത്തിരിക്കുന്ന ആ പുസ്തകമില്ലേ? ഇനി എന്തിനാ കൂടുതൽ പറയേണ്ടത്? പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദാലിക്കൽ കിതാബ്, അതാണ് ആ പുസ്തകം. എന്നിട്ട് പറഞ്ഞു ലാ റൈബ ഫീഹി, അത് ദൈവത്തിങ്കൽ നിന്നുള്ളതാണ് എന്നതിന് ഒരു സംശയവുമില്ല. അത് അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്. ആ പുസ്തകത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് നമ്മൾ പറയാം. നമ്മുടെ പഴയ വ്യാഖ്യാനം ലാ റൈബ ഫീഹി, അതിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഫറാഹി സ്കൂൾ അങ്ങനെയല്ല പോയിട്ടുള്ളത്. ആ പുസ്തകത്തിൽ സംശയമില്ലാതിരിക്കുക എന്നത് അത്ര വലിയ ഒരു കാര്യമൊന്നുമല്ല. കാരണം മാത്തമാറ്റിക്കൽ ഗ്രന്ഥങ്ങളിലൊന്നും സംശയം ഉണ്ടാവില്ല. 2x2 എന്നുള്ളത് 100% കൃത്യമാണ്. എന്ത് സംശയം അതിലുള്ളത്? അപ്പോൾ ഒരു പുസ്തകത്തിൽ സംശയമില്ലാതിരിക്കുക എന്നത് കേവലം ആ ഗ്രന്ഥത്തിൻ്റെ ഒരു മഹിമയായി പറയുകയാണെങ്കിൽ അതിൽ ഖുർആനിനോട് തത്തുല്യമാകുന്ന വേറെയും ചില പുസ്തകങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ സാധ്യത ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ തത്തുല്യമായി മറ്റൊരു കൃതി ഇല്ലാത്ത വിധത്തിലുള്ള ഒരു വിശേഷണമായിരിക്കണം ഇവിടെ നൽകപ്പെടേണ്ടത്. അങ്ങനെ വരണമെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം അങ്ങനെ തന്നെ വരണം. ലാ റൈബ ഫീഹി, യാനി ലാ റൈബ ഫി അന്നഹു മിൻ ഇൻദില്ലാ. അതിന് ഉപോൽപലകമായ ആയത്തുകൾ വേറെയുണ്ട്. സൂറത്തു സജദയിൽ കാണാം അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അത് അല്ലാഹു റബ്ബുൽ ആലമീനിൽ നിന്നുള്ളതാണ് എന്നതിൽ സംശയമില്ല. അങ്ങനെ വേറെയും പല സൂക്തങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഖുർആനിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി 3-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കം നിങ്ങളെടുത്തു നോക്കൂ. അതിൻ്റെയും തുടക്കം അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസല തൗറാത്ത വൽ ഇൻജീൽ. 2-ാമത്തെ അധ്യായത്തിൻ്റെയും തുടക്ക ഭാഗത്ത് വിശുദ്ധ ഖുർആൻ തന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അധ്യായങ്ങളിൽ കാണാൻ കഴിയും. ഖുർആൻ എന്ന പേരെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അൽ കിതാബ് എന്ന പേരിൽ പറഞ്ഞിട്ടുണ്ട്, ദിക്ർ എന്ന പേര് പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൻ എന്ന പേര് പറഞ്ഞിട്ടുണ്ട്, ആയാത്തുൻ എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കാൻ കഴിയും. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. സൂറത്തു നൂറിൻ്റെ തുടക്കത്തിൽ നോക്കൂ, സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലക്കും തദക്കറൂൻ. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ്. ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ്. ഏതാണ് ആ അധ്യായം? തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. നസ്സലൽ ഫുർഖാൻ, ഫുർഖാൻ എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പേരാണ്. ആ പേരിൽ തന്നെ ആ അധ്യായം നിലകൊള്ളുകയാണ്. അങ്ങനെ അങ്ങ് തുടങ്ങിയാൽ വേറെ ചില സ്ഥലങ്ങളിൽ കാണാം അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. നമ്മൾ നേരത്തെ ഓതിയിട്ടുള്ള സജദയുടെ 1-ാമത്തെ സൂക്തം, നമ്മൾ പലപ്പോഴും ഓതാറുള്ള യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഖുർആനെ കുറിച്ച് പറയുന്നു. ഖാഫ് വൽ ഖുർആനിൽ മജീദ്, ഖുർആനിനെ കുറിച്ച് പറയുകയാണ്. അർ റഹ്മാൻ അല്ലമൽ ഖുർആനിനെ കുറിച്ച് പറയുകയാണ്. ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. ഇങ്ങനെ ഡസൻ കണക്കിന് ആയത്തുകളിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ചു തന്നെ സംസാരിക്കുന്നതായി കാണാൻ കഴിയും. ഇങ്ങനെ ഏത് പുസ്തകത്തിലാണുള്ളത്? അത് എന്തിൻ്റെ മേൽ അറിയിക്കുന്നു? ഈ ഗ്രന്ഥത്തിൻ്റെ മഹാത്മ്യത്തിൻ്റെ മേലിൽ, ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്വത്തിൻ്റെ പേരിൽ, പ്രാധാന്യത്തിൻ്റെ പേരിൽ ഈ ഗ്രന്ഥത്തോട് കിടപിടിക്കുന്ന മറ്റൊരു ഗ്രന്ഥവുമില്ല എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന വളരെ വലിയ ശൈലിയും ആശയവുമാണ്. നേരത്തെ ആരിഫ് അലി സാഹിബ് പറഞ്ഞതുപോലെ ഈ ഖുർആനിൻ്റെ പേരിലാണ് പുണ്യമാക്കപ്പെട്ടതിൻ്റെ എല്ലാം പുണ്യങ്ങൾ ആർജിതമായിട്ടുള്ളത്. പരിശുദ്ധ റമളാൻ, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അവിടെയും ഖുർആനിനെ കുറിച്ച് പറയുകയാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ട് പുണ്യമാക്കപ്പെട്ട മാസമാണ് വിശുദ്ധ മാസമായ റമളാൻ. മുഹമ്മദ് നബിയുടെ പുണ്യം, അതുപോലെ
പരിശുദ്ധ മക്കയുടെ പുണ്യം, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പുണ്യം, ഇങ്ങനെയുള്ള പുണ്യങ്ങളുടെയൊക്കെ അടിസ്ഥാന ഹേതു പരിശോധിച്ച് നോക്കിയാൽ വിശുദ്ധ ഖുർആനാണ്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ സ്വമേധയാ പുണ്യമാണ്, മറ്റുള്ളതിന് പുണ്യം നൽകുന്ന വസ്തുവാണ്. ഈ രീതിയിൽ വിശുദ്ധ ഖുർആൻ അതിൻ്റെ 4 സൂക്തങ്ങളിൽ ഖുർആൻ പുണ്യമാണ് എന്ന് വ്യക്തമായി പറഞ്ഞതായി കാണാൻ കഴിയും. വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ മുസദ്ദിഖുൽ ലിമാ ബൈന യദൈഹി വലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹ. സൂറത്തുൽ അൻആമിൻ്റെ 92 പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ. അവിടെ അൻസൽനാഹു നമ്മളാണ് ഇറക്കിയത് എന്ന് പറഞ്ഞ് അൻസൽതുഹു എന്നല്ല പറയുന്നത്. അൻസൽനാഹു നമ്മൾ ബഹുവചന പ്രയോഗമാണ്. അള്ളാഹു ഏകനാണ്, ഒരുവനാണ്. എന്നിട്ടും അള്ളാഹു തആല പറയുന്നത് അൻസൽനാഹു മുബാറക്കുൻ എന്നാ പറയുന്നത്. അറബി ഭാഷയിൽ അതിൻ്റെ ഇഅ്റാബ് പറയുമ്പോൾ മർഫു ആണ്, റഫ്ഉ ആണ്. മുബാറക്കൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അൻസൽനാഹു മുബാറക്കൻ. വെള്ളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തആല. നസ്സൽനാ മിനസ് സമായി മാൻ മുബാറക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. ബറക്കത്താക്കപ്പെടുന്ന രീതിയിൽ വെള്ളത്തെ ഇറക്കിത്തന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മുബാറക്കൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. പക്ഷേ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുബാറക്കുൻ എന്നാ പറയുന്നത്. രണ്ടാമത് വേറൊരു സൂക്തത്തിൽ കാണാൻ കഴിയും. സൂറത്തുൽ അനാമിൽ തന്നെ 155-ാമത്തെ സൂക്തത്തിൽ കാണാൻ കഴിയും. വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലക്കും തുർഹമൂൻ. അവിടെയും അൻസൽനാഹു ബഹുവചനമാണ് പറഞ്ഞത്. മുബാറക്കുൻ റഫ് കൊണ്ടാണ് പറഞ്ഞത്, നസ്ബ് കൊണ്ട് അല്ല. മൂന്നാമത്തെ ഒരു സ്ഥലത്ത് ഇതേ ആശയം സൂറത്തുൽ അംബിയാഇന്റെ 50-ാമത്തെ സൂക്തത്തിൽ കാണാൻ കഴിയും. വഹാദ ദിക്റുൻ മുബാറക്കുൻ അൻസൽനാഹു അഫഅൻതും ലഹു മുൻകിറൂൻ. അവിടെയും അൻസൽനാഹു എന്നാ പറഞ്ഞത്, ബഹുവചനമാണ്. ഞാൻ അവതരിപ്പിച്ചു എന്നല്ല പറഞ്ഞത്, നമ്മൾ അവതരിപ്പിച്ച ബറക്കത്താക്കപ്പെട്ട ഗ്രന്ഥം. അവിടെ മുബാറക്കുൻ എന്നാ പറഞ്ഞത്, മുബാറക്കൻ എന്നല്ല. നാലാമത്തെ ഒരു സ്ഥലത്ത് കാണാം സൂറത്തു സ്വാദിന്റെ 29-ൽ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അവിടെയും അൻസൽനാഹു മുബാറക്കുൻ. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അത് ബറക്കത്ത് ആക്കപ്പെട്ടതാണ്, മറ്റുള്ള വസ്തുക്കൾക്ക് ബറക്കത്ത് നൽകുന്നതാണ് എന്ന വ്യക്തമായ ആശയത്തിൽ 4 സൂക്തങ്ങളുണ്ട്. 4 സ്ഥലത്തും അള്ളാഹു പ്രയോഗിച്ചത് അൻസൽനാഹു, നമ്മൾ അവതരിപ്പിച്ചത്. അത് അതിൻ്റെ കട്ടിയും കനവും സൂചിപ്പിക്കാനാണ്. ഇതിനോട് മല്ലിടാൻ പറ്റിയ ഒരു ശക്തിയും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് സൂചിപ്പിക്കാനാണ്. നമ്മളാണ് ഇതിനെ അവതരിപ്പിച്ചത്. നമ്മുടെ ശക്തിയും യുക്തിയും നമ്മുടെ മേൽക്കോയ്മയും നമ്മുടെ സ്വാധീനവും എത്രമാത്രമുണ്ടോ അത്രമാത്രം ശക്തിയും യുക്തിയും സ്വാധീനവും മേൽക്കോയ്മയും അധികായത്വവുമുള്ള ഗ്രന്ഥമാണ് ഇത് എന്ന് സൂചിപ്പിക്കാനാണ്. മുബാറക്കുൻ എന്ന് അറബി ഭാഷയിലെ റഫ് ആകുന്ന ഇറാബ് കൊടുക്കാൻ കാരണം, മുബാറക്കൻ എന്ന് പറയാതെ കൊടുക്കാൻ കാരണം, മുബാറക്കൻ എന്ന് പറഞ്ഞാൽ അത് ക്രിയാവിശേഷണമാണ്. എന്നാൽ ആഡ്വർബ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മുബാറക്കുൻ എന്ന് പറഞ്ഞാൽ അത് നാമവിശേഷണമാണ്, അജക്റ്റീവ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നാമവിശേഷണത്തിൻ്റെ പ്രത്യേകത അതിന് സ്ഥായിയായ സ്വഭാവം ഉണ്ടാകും. ക്രിയാവിശേഷണമാകുമ്പോൾ അത് ഉണ്ടാകും, ഇല്ലാതാകും, വരും, പോകും. വെള്ളത്തിനെ പറ്റി പറഞ്ഞു, വനസ്സൽനാ മിനസ് സമായി മാൻ മുബാറക്ക എന്ന് പറയുമ്പോൾ നമുക്കത് അവിടെ നിന്ന് മനസ്സിലാക്കാം. ഒരു വെള്ളത്തിൻ്റെ പുണ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിച്ചിരിപ്പിള്ള കാലത്ത് വെള്ളം വേണം. അവൻ്റെ മരണത്തിൻ്റെ ശേഷം അവന് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ ഒരു നിശ്ചിത അളവിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ വെള്ളം നമ്മുടെ ഗുണത്തിന് പകരം ദോഷത്തിനായി മാറും. അതുകൊണ്ട് തന്നെ വെള്ളത്തെക്കുറിച്ച് ബറക്കത്തുള്ളത് എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ വനസ്സൽനാ മിനസ് സമായി മാഅൻ മുബാറക്കൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുബാറക്കുൻ. ഇത് ഏത് അവസ്ഥയിലും ഏത് പ്രദേശത്തും ഏത് കാലത്തും ഇഹലോകത്തും പരലോകത്തും ഏതൊരാൾക്കും ഏതൊരു സാഹചര്യത്തിലും ഇത് പുണ്യമാണ്. ഇതിൻ്റെ പുണ്യം അതിൻ്റെ സ്ഥായിയായ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ്. അത് ഒരിക്കലും നീങ്ങിപ്പോകുന്നതല്ല. ഈ രീതിയിൽ വളരെ പ്രൗഢമായ ഒരു ഗ്രന്ഥമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെക്കുറിച്ച് തന്നെ
പരിചയപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു സംഗതിയുണ്ട്, തന്നെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. എന്താണ് അത്? ഇത് അറബിയിലുള്ള പുസ്തകമാണ്. നിങ്ങൾ നോക്ക്, നമ്മൾ എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? മലയാള പുസ്തകങ്ങൾ വായിച്ചവരുണ്ട്, അറബി പുസ്തകങ്ങൾ വായിച്ചവരുണ്ട്, ഇംഗ്ലീഷ് വായിച്ചവരുണ്ട്. ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഒരു തവണയെങ്കിലും പറയുമോ ഈ പുസ്തകം അറബിയാണ് എന്ന്? മലയാള പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഇത് മലയാളത്തിലുള്ള പുസ്തകമാണ് വായനക്കാരാ, പ്രിയപ്പെട്ട വായനക്കാരാ, ഇത് മലയാളത്തിലുള്ള പുസ്തകമാണ്. മൂന്നാമത് പിന്നെയും, ഓ വായനക്കാരാ, ഇത് മലയാളത്തിലാണ് കേട്ടോ, പറയാറുണ്ടോ? ഇല്ല. പറഞ്ഞാൽ തന്നെ നമ്മളതൊരു അതൊരു പ്രഹസനമായിട്ട് കണക്ക് കൂട്ടും. എന്നാൽ വിശുദ്ധ ഖുർആൻ തന്നെക്കുറിച്ച് പറഞ്ഞ 10-ലധികം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് അറബിയാണ്. ഹാദാ കിതാബുൻ അറബിയും മുബീൻ ബിലിസാനിൻ അറബിയും മുബീൻ കിതാബൻ അറബിയ. ഇങ്ങനെ 10-ലധികം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ തന്നെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ഇത് അറബി ഭാഷയിലാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നേരത്തെ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ അതിൻ്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അറബി ഭാഷ കൃത്യമായും കണിശമായും പഠിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൻ്റെ സത്തയും കഴമ്പും പൂർണ്ണമായി സ്വാംശീകരിച്ചെടുക്കാൻ അവന് സാധ്യമല്ല. അറബി ഭാഷയുടെ നിയമാവലികളെ ചാടിക്കടന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ കണ്ടെത്താൻ ശ്രമിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ ഖുർആനിക ആശയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നവനല്ല. ഇങ്ങനെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് 100 കണക്കിന് സ്ഥലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. എത്ര കൗതുകമാണിത്, എത്ര വിചിത്രമാണ് ഇത്. അങ്ങനെ ഒരുപാട് മേഖലകൾ ഖുർആനിനെ കുറിച്ച് തന്നെ സംസാരിച്ചതുണ്ട്. അതിലൂടെ പോയാൽ നമുക്ക് മണിക്കൂറുകൾ മതിയാവാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. ഞാൻ അവസാനമായി ഒരു പോയിന്റ് കൂടി സൂചിപ്പിക്കുകയാണ്. തദബ്ബുറെ ഖുർആൻ. നമ്മൾ ഇന്ന് സമൂഹത്തിൽ ഖുർആനിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതം, ഖുർആനിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഒരു ചിന്താശൈലി, ഖുർആനിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഒരു നിലപാട് രൂപീകരണം നടത്തുന്ന സമയത്ത് അത് നമ്മൾ നടത്തേണ്ടതുണ്ട്, സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. സാധാരണക്കാരായ സഹോദരി സഹോദരന്മാരെ വരേക്കും നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ട്. പരിഭാഷ വായിക്കാൻ പാടില്ല, ഖുർആൻ ചിന്തിക്കാൻ പാടില്ല. അതൊക്കെ പഴയ കാലത്തെ വലിയ വലിയ ഇമാമിങ്ങൾക്ക് മാത്രം പറഞ്ഞതാണ്. നമ്മളിപ്പോൾ കിതാബിൻ്റെ വക്കത്ത് എഴുതി വെച്ചത് മാത്രം നോക്കി മനസ്സിലാക്കിയാൽ മതി, അതിൽ നമുക്കുള്ള എല്ലാം ഒറ്റമൂലിയായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ കാലം ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആധുനിക സമൂഹത്തെ, മുസ്ലിമിനെയും മുസ്ലിം അല്ലാത്തവനെയും ഖുർആനിൻ്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്താനുള്ള പരിശ്രമങ്ങളിൽ മുഴുകിയിരിക്കണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയാണ് തദബ്ബുറെ ഖുർആൻ എന്ന നമ്മുടെ ഈ പ്രക്രിയ. ഞാനതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത്, വിശുദ്ധ ഖുർആനിനെ ഖുർആൻ കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രതിഭാസം നിലവിലുണ്ട്. അതെന്താണ്? വിശുദ്ധ ഖുർആനിനെ ഖുർആൻ കൊണ്ട് നശിപ്പിക്കുന്ന ഒരു പ്രവണത ഇവിടെയുണ്ട്. വിശുദ്ധ ഖുർആനിനെ ഖുർആൻ ആയത്തുകൾ ഓതിക്കൊണ്ട് നിരാകരിക്കുന്ന ഒരു പ്രവണത ഇവിടെയുണ്ട്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇസ്ലാമിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രവണത ഇവിടെയുണ്ട്. സർവമത സത്യവാദം മുമ്പോട്ട് വെക്കാൻ വേണ്ടി ഖുർആനിൻ്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്നവർ ഇവിടെയുണ്ട്. എന്നാൽ മുഹമ്മദ് നബി കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. മുഹമ്മദ് നബി വന്നത് ശരിയാണ്, അദ്ദേഹം നല്ല ആളാണ്. എന്നാൽ ഞങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഓരം പറ്റി, അദ്ദേഹം ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായതുപോലെ ഞങ്ങളും മറുവശത്ത് ഒരു സത്യപ്രസ്ഥാനമായി തുടർന്ന് ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളും നിങ്ങളും തമ്മിൽ ഇവിടെ ശണ്ട കൂടേണ്ട ആവശ്യമില്ല, ശണ്ട ഉണ്ടാക്കരുത്, രമ്യതയിലും സഹവർത്തിത്വത്തിലും പോകാനുള്ള ഒരു ഫോർമുല കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്യുന്ന ആളുകൾ ഖുർആനിൻ്റെ പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ അടിവേരറുക്കാൻ പറ്റിയ പഠനം ഖുർആനിലൂടെ തന്നെ നടത്താൻ സാധിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഹദീസ് നിഷേധമല്ല, പക്ഷേ തൽക്കാലം അവരുടെ അസുഖം ഭേദപ്പെടുത്താൻ വേണ്ടി അവരുടെ മരുന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമീൻ അഹ്സൻ ഇസ്ലാഹി ആ മേഖലയിലും വിജയിച്ചിട്ടുണ്ട് എന്ന്. ഖുർആനിനെ നിരാകരിക്കാൻ വേണ്ടി ഖുർആനിനെ തന്നെ കൂട്ടുപിടിക്കുകയും ഖുർആൻ സൂക്തങ്ങളെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന അതിഗംഭീരമായ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മലയാളക്കരയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ശൈലികളെയും അത്തരം ആധുനിക ആവിഷ്കാര രീതികളെയും
സമർത്ഥമായും യുക്തമായും ചെറുത്തു തോൽപ്പിക്കാൻ തദബ്ബുറെ ഖുർആനിൻ്റെ പാത നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ വേറെ ഹദീസുകളിലേക്കും മറ്റും പോയിട്ടുള്ള ശൈലിയിൽ മറുപടി ഉണ്ട്. ആ മറുപടി പറയേണ്ട സ്ഥലത്ത് അങ്ങനെ പറയാം. എന്നാൽ ഖുർആനിനെ ഖുർആനിനെ അട്ടിമറിക്കാൻ വേണ്ടി ഏതൊരു സിദ്ധാന്തവുമായിട്ടാണോ ഖുർആൻ വന്നിട്ടുള്ളത്, ആ സിദ്ധാന്തത്തെ നിരാകരിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിനെ തന്നെ കൂട്ടുപിടിക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഏറ്റവും നല്ല ശൈലിയും മരുന്നും വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അത് തദബ്ബുറെ ഖുർആനിൻ്റെ ശൈലിയിൽ ബഹുമാനപ്പെട്ട അമീൻ ഹസൻ അൽ ഇസ്ലാഹി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഞാൻ ആ വിഷയത്തിൽ ഇവിടെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സൂറത്ത് അൽ ബഖറയുടെ 8-ാമത്തെ സൂക്തം, അതിൻ്റെ 8-ാമത്തെ സൂക്തം മുതൽ 20-ാമത്തെ സൂക്തം വരെ നമ്മൾ പലരും പറയാറുണ്ട് അൽ ബഖറയുടെ തുടക്കം വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ആയത്തുകൾ അവിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത്. ആ 2 കഴിഞ്ഞിട്ട് 7 സൂക്തം കഴിഞ്ഞ് 8-ാമത്തെ സൂക്തം മുതൽ 20-ാമത്തെ സൂക്തം വരെ 3-ാമത്തെ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ആരാണ് ആ വിഭാഗം? നമ്മൾ പരമ്പരാഗതമായി കേട്ടു വന്നിട്ടുള്ള വ്യാഖ്യാനം, ആ വിഭാഗം കപട വിശ്വാസികളാണ്. എന്നാൽ അമീൻ ഹസൻ ഇസ്ലാഹി ആ നിലപാടുകാരനല്ല. കാരണം അല്ല എന്നതിന് അദ്ദേഹം നിരത്തി വെക്കുന്ന ഒരു പിടി ന്യായവാദങ്ങളുണ്ട്. ആ ന്യായങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ നമുക്കും തോന്നും അത് കപട വിശ്വാസികളെ കുറിച്ചല്ല. കാരണം കപട വിശ്വാസികൾ എന്ന് പറയുന്നത്, മദീനയിലെ മുനാഫിക്കുകൾ എന്ന് പറയുന്നത്, അവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമായിരുന്നില്ല അവർ പറഞ്ഞിരുന്നത്, പരലോകമുണ്ട് എന്ന വിശ്വാസം മാത്രമായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്, മറിച്ച് മുഹമ്മദ് റസൂലുള്ള കൂടി ഉണ്ടായിരുന്നു അവർക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നവരും മദീനയിലെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരും പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളുടെ കൂടെ തന്നെ ജീവിക്കുന്നവരും പരസ്യമായി ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വിശുദ്ധ ഖുർആനിനെയും പ്രവാചകനെയും പരിഹസിക്കാത്തവരുമായിരുന്നു അവർ. അവരെക്കുറിച്ച് ആവാൻ ഒരു തരവും ഇല്ല ഈ സൂക്തങ്ങൾ. എന്നാൽ പിന്നെ ഇത് ആരെക്കുറിച്ചാണ്? ഇത് ആരെക്കുറിച്ചായിരിക്കും? അദ്ദേഹം പറയുന്നത് അത് വേദക്കാരായ ജൂതന്മാരെ കുറിച്ചാണ്. ഒരുപാട് ന്യായങ്ങൾ. ഒരു ന്യായം ഞാൻ നേരത്തെ പറഞ്ഞത്. മറ്റൊരു ന്യായം സൂറത്തുൽ ബഖറയുടെ സംബോധിതർ തന്നെ ജൂതന്മാരാണ്. മദീനയിൽ വന്നുകൊണ്ടാണ് അത് സംസാരിക്കുന്നത്. ദാലിക്കൽ കിതാബു എന്നതിൻ്റെ അർത്ഥം തന്നെ അദ്ദേഹം പറയുന്നത് ഇതാണ് ആ പുസ്തകം, ജൂതന്മാരോടാണ് പറയുന്നത്. അപ്പോൾ ജൂതനാണ് ഇവിടെ ഏറ്റവും വലിയ വില്ലൻ. ഇന്നും മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും ജൂതായിസമാണ്. ഖിയാമത്ത് നാൾ വരെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും ജൂതായിസമാണ്. ഇന്നും നമ്മളത് ലൈവായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വമിനന്നാസി മൻ യഖൂൽ ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് ജൂതന്മാർ പറയുന്നുണ്ടല്ലോ. വബിൽ യൗമിൽ ആഖിരി, പരലോക ജീവിതത്തിൽ വിശ്വാസമുണ്ട്. എന്നാൽ മുഹമ്മദ് നബി എവിടെ പോയി? മുഹമ്മദ് നബി ഇല്ല. മുഹമ്മദ് നബി ഇല്ലാത്ത ഒരു തൗഹീദ് ഉണ്ടോ? എന്നാൽ മുഹമ്മദ് നബി ഇല്ലാതെയും തൗഹീദ് ഉണ്ട്, മുഹമ്മദ് നബി ഇല്ലാതെയും സന്മാർഗമുണ്ട് എന്ന കുപ്രചാരണം 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും തലപൊക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ മദീന കാലഘട്ടത്തിൽ തന്നെ അതിനെ വേരോടെ പിഴുതെറിഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രം പോരാ. ജൂതനും നസ്രാനിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാ. നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ കാഫിറാക്കാൻ പാടില്ല, അത് നമ്മളൊക്കെ പറയുന്നവരാണല്ലോ. അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് നമ്മൾ മാത്രമല്ല, ജൂതൻ പറയുന്നുണ്ട്. ഇവരൊക്കെ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാർ വരെയും. അബൂ സുലൈമാനുൽ ഖത്താബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ശറഹുൽ ബുഖാരിയിൽ പറഞ്ഞു, അൽ യഹൂദു തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്നു അജൽ ഹൈതമി, ഇവർ ബഹുമാനിക്കുന്ന പണ്ഡിതൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ശറഹുൽ അർബഈൻ നവവിയിൽ പറഞ്ഞു, ജൂതനും നസ്രാനിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്, എന്നിട്ടും അവർ ബഹുദൈവത്വത്തിലുള്ളവരാണ്. എന്തേ കുറവ് വന്നത്? വേറെ ചില അഡീഷണൽ അർജൻറ്റായിട്ട് അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ട ചില ചേരുവകൾ അവിടെ നിന്ന് ചോർന്നൊലിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ് നിങ്ങളെന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിൻ്റെ അനിവാര്യ താല്പര്യമായിട്ടുള്ള മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. സൂറത്ത് ആലു ഇമ്രാൻ്റെ 64 ഈ ശൈലിയാണ് സ്വീകരിക്കുന്നത്. ഖുൽ യാ അഹ്ലൽ കിതാബ്
തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅൻ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ പ്രത്യക്ഷത്തിലുള്ള വിശ്വാസം പോരാ, അതിൻ്റെ അനിവാര്യ താല്പര്യങ്ങളിലെ ഏറ്റവും വലിയ താല്പര്യമാണ് ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹിയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന് ഈ പ്രസ്ഥാനത്തിൽ സ്ഥാനമില്ല. അത് സന്മാർഗത്തിൻ്റെ വഴിയല്ല. മുഹമ്മദ് റസൂലുള്ളാഹിയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പരലോക വിശ്വാസം തൗഹീദ് അല്ല, അത് ശിർക്കാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തിലെ 8 മുതൽ 20 വരെയുള്ള സൂക്തങ്ങൾ അള്ളാഹു ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ഇനി പരിശുദ്ധ ഖുർആനിൽ ജൂതന്മാരുമായുള്ള സംവാദത്തിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ഇൽത്തിഫാത്ത്, ചെറിയൊരു മുഖം തിരിഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു സംസാരമുണ്ട്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടു താഴെയുള്ള സൂക്തത്തിൽ കാണാൻ കഴിയും. ഖുൽ വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. ഇതെന്താ പറയുന്നത്? മക്കയിലുള്ള ബഹുദൈവാരാധകരായ വേദക്കാരല്ലാത്ത ആളുകളോട് ഏകദൈവത്വത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള കൽപ്പനയാണ് അല്ലേ? ആദ്യത്തെ സംബോധന, വിശുദ്ധ ഖുർആനിലുള്ള ആദ്യത്തെ കൽപ്പന, അള്ളാഹുവിൻ്റെ കിതാബിലുള്ള ആദ്യത്തെ കൽപ്പനയാണ് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ തൗഹീദ് ഉള്ളവരാവണം. എന്നിട്ട് നിർത്തിയിട്ടില്ല. തൗഹീദ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നിർത്തിയാൽ മതി. എന്ത് കോപ്രായവും ചെയ്യുക, ഏത് മൺകൂനകളുടെ മുമ്പിൽ പോയി കമഴ്ന്നു കിടന്നാലും തൗഹീദിന് യാതൊരു കോട്ടവും തട്ടുകയില്ല. ഏത് ഗതികെട്ടവനെ പിടിച്ചിട്ട് ലോകത്തിൻ്റെ നിയന്താവാക്കിയാലും ലോകം നിയന്ത്രിക്കുന്നവനാക്കിയാലും യാതൊരു തകരാറും വരാനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ജൽപ്പനത്തിൻ്റെ അടിവേര് അറുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. ഇവിടെ ഒരു അബ്ദു ഉണ്ട്, അനിവാര്യ താല്പര്യമാണ് അത്. ഉഅ്ബുദൂ റബ്ബക്കും എന്നതിൻ്റെ ഏറ്റവും അനിവാര്യമായ താല്പര്യം എൻ്റെ അടിമയിലൂടെ നിങ്ങൾ കടന്നു വരണം. എൻ്റെ അടിമയുടെ കർമ്മ പദ്ധതികളെ നിങ്ങൾ സമ്പൂർണ്ണമായി അനുസരിക്കണം. നിങ്ങൾ സമ്പൂർണ്ണമായി അനുസരിക്കാതെ രമ്യതയ്ക്ക് വേണ്ടി ശ്രമിച്ചാൽ, സർവ്വതും സത്യമാണ് എന്ന നിലപാട് സ്വീകരിച്ചാൽ അടിപിടി കൂടേണ്ടതില്ല, സമവായമുണ്ടാക്കാം എന്ന നിലക്ക് ശ്രമിക്കുകയും അതിനെ ഇസ്ലാഹ് എന്നാണ് അവർ പരിചയപ്പെടുത്തിയത്. ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ജൂതന്മാർ പറഞ്ഞു ഞങ്ങളെ മുഹമ്മദ് നബി മാത്രം എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പുറത്തായില്ലേ, അത് പറ്റൂല. മുഹമ്മദ് നബി ഉണ്ടായിക്കോട്ടെ, ഞങ്ങളും ഇവിടെ ഉണ്ടാകണം, ഞങ്ങളെ പ്രസ്ഥാനത്തിനും ഇവിടെ ജീവിക്കണം, എന്നിട്ടൊരു സർവ്വമത സത്യവാദത്തിൻ്റെ ശൈലിയിൽ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ അത് ചിലപ്പോൾ പ്രത്യക്ഷ വായന നടത്തുന്ന ആളുകൾക്ക് തോന്നും ശരിയാണതല്ലോ, അടിയും പൊടിയും വക്കാണോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനെന്നുള്ള ഇസ്ലാഹ് എന്ന് പറയാം, രമ്യത, സുൽഹ്, ഇസ്ലാഹു ദാത്തുൽ ബൈൻ. അവർ പറഞ്ഞു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ വെറുതെ മുഹമ്മദിൻ്റെ പിന്നാലെ കൂടി ശണ്ടയും കലഹവും കോലാഹലവും ഉണ്ടാക്കണ്ട, നമ്മൾ രമ്യതയിൽ പോകാം, അത് ഉദ്ദേശിക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു രമ്യതയും സുരക്ഷിതത്വവും സമാധാനവും ഈ ഭൂമിയിൽ കളിയാടണമെങ്കിൽ ഒരേ നിയമവ്യവസ്ഥിതിക്ക് എല്ലാവരും വഴിപ്പെടണം, അനുസരണ വേണം. അനുസരണ തൗഹീദിൻ്റെ കഴമ്പാണ് എന്ന് പഠിപ്പിച്ച പ്രസ്ഥാനമല്ലേ നമ്മൾ. അനുസരണയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു അങ്ങനെ അനുസരിക്കാത്തവരാണോ എങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇസ്ലാഹിൻ്റെയും സ്വലാഹിൻ്റെയും ആളുകൾ എന്ന് പറയാൻ പറ്റൂല. പിന്നെയോ വമാഹുംബി അവർ മുഫ്സിദുകളാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അവർ ഭൂമിയിൽ തകരാറുകളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നവരാണ്. കാരണം 2 ഭരണഘടനക്ക് അവർ വഴിപ്പെടുന്നു. മുഹമ്മദ് നബിയിലൂടെ വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ ഭരണഘടനക്കും വഴിപ്പെടണം, ജൂതന്മാരിലൂടെ വന്നിട്ടുള്ള നാട്ടു നടപ്പുകൾക്കും മാമൂലുകൾക്കും വഴിപ്പെടണം. അങ്ങനെ വരുമ്പോൾ ഭൂമിയിൽ കലാപം ഉണ്ടാകും. 2 ഭരണഘടനകൾ ഉണ്ടാകാൻ പാടില്ല, 2 തോണിയിൽ കാലുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അവനെക്കുറിച്ച് മുസ്ലിഹ് എന്ന് പറയില്ല, മുഫ്സിദ് എന്നാണ് പറയുക. ഇന്നമാഹും മുഫ്സിദൂൻ, അവർ മുഫ്സിദുകളാണ്, തകരാറുണ്ടാക്കുന്നവരാണ്. പക്ഷെ വലാകിന്നഹും ലാ യശ്ഉറൂൻ, അവർക്കത് അറിയില്ല. അതുകൊണ്ട് എല്ലാം സത്യമാണ് എന്ന് പറയുകയും സിദ്ധാന്തിക്കുകയും അതിനുവേണ്ടി ഖുർആൻ വളച്ചൊടിക്കുകയും അത് രമ്യതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും രീതിയും മാർഗവും ശൈലിയുമാണ് എന്ന് സിദ്ധാന്തിക്കുകയും ചെയ്യുന്നവരെ അതിൻ്റെ അടിവേര് വിശുദ്ധ ഖുർആൻ
തൻ്റെ സൂക്തങ്ങളെ കൊണ്ട് തന്നെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള വളരെയധികം അപകടകരമായിട്ടുള്ള ആശയങ്ങളും ചിന്താധാരകളും നമ്മുടെ ചെറുപ്പക്കാരുടെയും ഇടയിൽ അരിച്ചു കയറുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനും കൂടി പറ്റിയ ഏറ്റവും നല്ല ആയുധം തദബ്ബുറെ ഖുർആൻ തന്നെയാണ് എന്ന് ഈ അവസരം ഉപയോഗപ്പെടുത്തി ഞാൻ ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി വളരെയധികം ശാരീരികമായും മാനസികമായും ഒപ്പം സാമ്പത്തികമായും വലിയ പ്രയാസങ്ങളും അതുപോലെ ബുദ്ധിമുട്ടുകളും സഹിച്ച് ഈ വഴിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യ പണ്ഡിതൻ ഉസ്താദ് അബ്ദുറഹ്മാൻ നദ്വി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കരുത്തു പകരുമാറാകട്ടെ. ആരിഫ് അലി സാഹിബ് പറഞ്ഞതുപോലെ ഈ എൻ്റെ സംസാരം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് ഉണർത്താനുള്ള ഒരു ചെറിയ അപേക്ഷ, ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ വാങ്ങുക എന്നുള്ളത് മാത്രം. അതിലപ്പുറത്തുള്ളത് ഇപ്പോൾ പറയുന്നതിന് ഞാൻ മുതിരുന്നില്ല. ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ വാങ്ങിയാൽ ഒരിക്കലും അത് പാഴായി പോവുകയില്ല എന്ന് ഒരു ഉറപ്പ് തരാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു കോപ്പി, ഈ ഗ്രന്ഥത്തിൻ്റെ അച്ചടിക്കപ്പെട്ട ഒരു കോപ്പി ഈ സദസ്സിലുള്ളവരും എൻ്റെ സംസാരം കേൾക്കുന്നവരും അത് വാങ്ങുകയും നമ്മുടെ നാട്ടിലൊക്കെയുള്ള പള്ളികളിലും സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലുമെല്ലാം എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശ പ്രചാരണ രംഗത്ത്, ഖുർആൻ വിരോധികൾക്ക് മറുപടി പറയുന്ന രംഗത്ത്, ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ശാക്തീകരണ രംഗത്ത് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയൊരു പങ്കാളിത്തമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.